പശ്ചിമേഷ്യ അശാന്തം. സമ്പൂർണ്ണ യുദ്ധത്തിലേക്കോ പശ്ചിമേഷ്യ? ഇറാനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇറാൻ ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടെഹ്റാൻ വിട്ടൊഴിയാൻ ജനങ്ങൾക്ക് ആഹ്വാനം നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, അതിരൂക്ഷ വ്യോമാക്രമണം ടെഹ്റാനിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇറാൻ ദേശീയ ടെലിവിഷൻ ചാനലും ആക്രമിച്ചിരുന്നു. ഇസ്രായേൽ ഇറാനും ചെറുത്തുനിൽപ്പ് ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ടെഹ്റാന്റെ പടിഞ്ഞാറൻ കിഴക്കൻ ഭാഗങ്ങളിൽ നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണ്. ഐസൻ ജോസ് കൂടി ചേരുകയാണ് വിവരങ്ങളുമായി. ഐസൻ, സമ്പൂർണ്ണ യുദ്ധം ആരംഭിച്ചുവോ? നിലവിലെ സാഹചര്യങ്ങളിൽ ഏതാണ്ട് അതിശക്തമായ യുദ്ധം തന്നെ അല്ലെങ്കിൽ അതിശക്തമായ ആക്രമണം തന്നെ നടക്കുന്ന ഒരു പശ്ചാത്തലമാണ് നിലനിൽക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ടെഹ്റാനിൽ നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാനുള്ള ഒരു നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് പോലും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം G7 സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വെട്ടിച്ചുരുക്കി വീണ്ടും തിരിച്ചെത്തുന്നു അമേരിക്കയിലേക്ക് എന്ന വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. അതിനടിസ്ഥാനം തന്നെ തീർച്ചയായും ഈ യുദ്ധം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇസ്രായേലിലേക്ക് അയച്ച 2 മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേനയും അറിയിക്കുന്നുണ്ട്. ശക്തമായ ആക്രമണം മേഖലയിൽ തുടരുന്നുവെന്നാണ് ഇപ്പോൾ നിലവിലെ സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ പല അതിർത്തികളും തുറന്ന് അവിടെയുള്ളവരെ, ടെഹ്റാനിലുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള അല്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കങ്ങളാണ് തുടരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സ്റ്റേറ്റ് ചാനലിന്റെ ഓഫീസിന് നേരെയും അതിശക്തമായ ആക്രമണം ഉണ്ടാവുകയും ലൈവ് വാർത്തയ്ക്കെതിരെ, അതായത് വാർത്താ തത്സമയം സംപ്രേഷണത്തിനിടെ തന്നെ അതിശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. വലിയ തോതിലുള്ള ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ആക്രമണത്തിലേക്ക് നീങ്ങുന്നു പശ്ചിമേഷ്യയിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, മറ്റ് സുപ്രധാനമായ നിരവധി കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇറാന്റെ ചില നിലപാടുകൾ തീർത്തും പ്രതീക്ഷിക്കാവുന്നതല്ല എന്നൊരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലേക്ക് നീങ്ങുമെന്നാണ് ഇറാനും അറിയിക്കുന്നത്. ചിലയിടങ്ങളിൽ നേരിയ തോതിൽ ചില തിരിച്ചടികൾ ഇറാൻ നടത്തുന്നുണ്ട് എങ്കിൽ കൂടി കാര്യമായ ചെറുതുനിൽപ്പിനുള്ള സാധ്യത ഇറാനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ള ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് പല ഘടകങ്ങളും, അതായത് പ്രതികൂല ഘടകങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നതുപോലെ പല വിഷയങ്ങളിലും ഇറാൻ ഒരു ആക്രമണോത്സുകമായ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ആണവായുധങ്ങൾ സംഭരിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തുടരുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ആക്രമണം അനിവാര്യമാണ് എന്ന ഒരു നിലപാടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തുടർ ആക്രമണങ്ങൾ കടുത്ത രീതിയിൽ നടത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷയെ ബാധിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്ന ഒരു നിരീക്ഷണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ അതിർത്തികൾ തുറന്നും അതുപോലെ തന്നെ ഭാരതീയരായ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിനുമുള്ള നീക്കങ്ങൾ കൃത്യമായി മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഭാരതീയരെ ഒഴിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളും തുടരെയായി നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച്, ഓരോ അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് പലയിടങ്ങളിലും അപായ സൈറൻ മുഴങ്ങുന്നുണ്ട് ഇറാന്റെ പല മേഖലകളിലും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഞാൻ ഒന്ന് ഇടപെടുകയാണ്. നമ്മൾ സ്ക്രീനിൽ തുടർച്ചയായി ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഇറാൻ ദേശീയ ടെലിവിഷൻ ചാനലിന് നേരെ ഉണ്ടായ ആക്രമണമാണ്. പക്ഷേ ഇസ്രായേൽ അതിൽ പ്രതികരിച്ചിട്ടുണ്ട്. കാരണം സൈനിക ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചതിനും പടയാളികൾ ഒരുക്കുന്നതിനും അടക്കം ഈ ദേശീയ ചാനൽ ആസ്ഥാനം ഇറാൻ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇവിടേക്ക് ആക്രമണം നടത്തേണ്ടി വന്നത് എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും മനു, ഇന്നലെ ഈ ദേശീയ ചാനലിന് നേരെ നടന്ന ആക്രമണത്തിൽ, അതായത് ഇന്നലെ ഏതാണ്ട് വൈകുന്നേരത്തോടെ നടന്ന ഈ ആക്രമണത്തിൽ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറി ഈ ചാനലിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ വാർത്താ അവതരണത്തിനിടെ തന്നെ ഒരു വലിയ ആക്രമണം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ദേശീയ ചാനൽ ആസ്ഥാനത്തിന്റെ പരിസരങ്ങളിലും ദേശീയ ചാനൽ ആസ്ഥാനത്തിന്റെ പല കേന്ദ്രങ്ങളിലും വൻതോതിലുള്ള ചില സംവിധാനങ്ങൾ, മിലിറ്ററി സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു എന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ അതിശക്തമായ ഒരു ആക്രമണം നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചാനലിന്റെ ഔദ്യോഗികമായ ചാനലിന്റെ
സംപ്രേഷണ വേളയിൽ തന്നെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് കൃത്യമായി ലോകം മുഴുവൻ കാണുകയും ചെയ്തിരുന്നു. കടുത്ത ആക്രമണത്തിലേക്ക് ഇനിയും നീങ്ങേണ്ടി വരും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇസ്രായേലിന്റെ സംവിധാനങ്ങളെല്ലാം തന്നെ അതിശക്തമായ ഒരു കേന്ദ്രീകരണത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കപ്പുറം മറ്റു യുദ്ധ സംവിധാനങ്ങളെല്ലാം തന്നെ ആക്രമണത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ സംബന്ധിച്ചിടത്തോളമുള്ള അതിശക്തമായ ഒരു ആണവ സംവിധാനം ഒരുക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നതായിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കിയ ഒരു കാര്യം. അത്തരത്തിൽ ആശങ്കയുണ്ടാക്കിയ ഒരു സാഹചര്യത്തിലാണ് കടുത്ത ആക്രമണത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുകയും ചെയ്തത്. അതുപോലെ തന്നെ ഇന്നലെ പല സംഭവവികാസങ്ങളും ഉണ്ടായത്. ഇന്നലെ ഇറാനിൽ നിന്ന് തന്നെ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി, അതായത് ആണവ നിർവ്യാപന കരാറിൽ നിന്നും ഇറാൻ പിന്മാറാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന ഒരു സൂചനയും വന്നിരുന്നു. അത്തരത്തിലൊരു സൂചന ലഭിക്കുന്നതോടുകൂടി തന്നെയാണ് കൂടുതൽ ശക്തമായ ഒരു ആക്രമണത്തിലേക്ക് നീങ്ങാനുള്ള നിർബന്ധിതമായ ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിയത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ആണവ നിർവ്യാപന കരാറിൽ നിന്നും പിന്മാറിയതിനു ശേഷം ആക്രമണം അതിശക്തമാകാനുള്ള സാധ്യതയുണ്ട്. പിന്മാറാനുള്ള നിയമനിർമ്മാണം പാർലമെന്റിൽ നടത്താനുള്ള ഒരു നീക്കം ഉൾപ്പെടെ നടക്കുന്നുവെന്ന് ഇറാനിൽ നിന്നും കൃത്യമായ വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അത്തരത്തിലൊരു സംഭവവികാസം പാർലമെന്റ് റാറ്റിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കില്ല ഇറാൻ ഈ നിലപാടിൽ നിന്നും പിന്മാറുക എന്ന ഒരു സൂചനയും ലഭ്യമാകുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യത, ആണവ യുദ്ധത്തിനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ഒരു ഭയം നിലനിൽക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഈ അതിശക്തമായ ഒരു യുദ്ധം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ, അതിശക്തമായ ആക്രമണം ഈ രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ അന്താരാഷ്ട്ര സമൂഹം കൃത്യമായ ഇടപെടൽ നടത്തുകയും ഇക്കാര്യത്തിൽ ശാശ്വത സമാധാനത്തിനുള്ള ശ്രമം വേണമെന്ന് അവർ ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇറാൻ അതിനെതിരെ പ്രതികരിച്ചത് വളരെ പ്രതീക്ഷാ നിർഭരമല്ലാത്തൊരു രീതിയിലാണ്. ഏറെ നെഗറ്റീവായ ഒരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇറാൻ ഇന്നലെ വ്യക്തമാക്കിയത് ആണവ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്ന സൂചന നൽകുകയും അതുപോലെ തന്നെ 2 ദിവസം മുമ്പാണ് ഇറാൻ ഈ അമേരിക്കയുമായുള്ള ആണവ കരാറിൽ നിന്ന് അല്ലെങ്കിൽ ആണവ സംവിധാനങ്ങൾ വെട്ടിച്ചുരുക്കുന്നതിന് അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിനുള്ള ധാരണയുടെ ഭാഗമായുള്ള പരിശോധനകളും അതുമായി ബന്ധപ്പെട്ട ഒരു ധാരണയും, നേരത്തെ നമുക്കറിയാവുന്നതാണ് അമേരിക്കയുമായി നിലനിന്നിരുന്ന കരാറിന് സമാനമായ ഒരു കരാറിലേക്കുള്ള യാത്രയ്ക്കുള്ള സാധ്യത അല്ലെങ്കിൽ അതിനുള്ള നീക്കത്തിനുള്ള സാധ്യതയായിരുന്നു സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ മറ്റു ഇറാനിയൻ സംവിധാനങ്ങളുമായുള്ള ചർച്ചകളും മറ്റും നടന്നിരുന്നത്. അബ്ബാസ് അറാഗ്ചിയുമായുള്ള ചർച്ചയിൽ ഈ പ്രധാന വിഷയം തന്നെയാണ് മുന്നോട്ട് വെച്ചത് എങ്കിൽ അത്തരത്തിലൊരു ചർച്ചകൾക്ക് ഇനി തയ്യാറല്ല. അതായത് അമേരിക്കയുമായി ഒരു ചർച്ചകൾക്ക്, ആണവ ആയുധങ്ങൾ സംബന്ധിച്ച ഒരു ചർച്ചകൾക്ക് തയ്യാറല്ല, യുറേനിയം സമ്പുഷ്ടീകരണം സംബന്ധിച്ച ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാട് എടുക്കുകയായിരുന്നു ഇറാൻ. ഇതോടുകൂടിയാണ് ഏറെ ഭീതിതമായ ഒരു സാഹചര്യം ഉണ്ടാവുകയും കടുത്ത ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് വീണ്ടും ആക്രമണം പലയിടങ്ങളിലും ആവർത്തിക്കുന്നുവെന്നാണ് അറിയാനും സാധിക്കുന്നത്. തീർച്ചയായും ഐസൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അമേരിക്കയുടെ നിലപാട് കൂടി ഈ ഒരു വിഷയത്തിൽ നിർണായകമാണ്. അത് പല ആവർത്തി ട്രംപ് ഈ ആണവ കരാറിന് ഇറാനെ നിർബന്ധിച്ചത് മുതൽ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതുകൂടിയാണ്. കഴിഞ്ഞ ദിവസം പരിഹാരം ഉടൻ ഉണ്ടാകും എന്നൊക്കെ ട്രംപ് അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ടെഹ്റാൻ വിട്ടൊഴിയാൻ ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ്. ഈ ആണവ കരാറിന് ഇറാൻ വഴങ്ങാത്തതിൽ വീണ്ടും വിമർശിച്ചിട്ടുമുണ്ട്. അപ്പോൾ അമേരിക്കയുടെ തുടർ നിലപാടുകൾ എന്തായിരിക്കും എന്നാണ് സൂചന? തീർച്ചയായും മനു, ഈ വിമർശനം കൃത്യമായി ട്രംപ് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി നേരത്തെ നടന്ന ഒരു സംഭവവികാസം കൂടി ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ടതുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രതികരിക്കാൻ അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾ ഉൾപ്പെടെ വേണമെന്ന ഒരു ആവശ്യം നേരത്തെ ഇസ്രായേൽ മുന്നോട്ട് വെക്കുകയും അങ്ങനെ അത്തരത്തിലൊരു സൈനിക നീക്കം ഇറാനെതിരെ നടത്താൻ തയ്യാറല്ല, നയതന്ത്ര നീക്കങ്ങൾക്ക് മാത്രമാണ് തയ്യാറായിട്ടുള്ളത് എന്ന് ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് G7 രാജ്യങ്ങളുടെ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് കാനഡയിലേക്ക് പോകുന്ന ട്രംപ് അത് വെട്ടിച്ചുരുക്കിക്കൊണ്ട് വീണ്ടും തിരിച്ച് അമേരിക്കയിലേക്ക് എത്തും എന്നൊരു സൂചനയും വരുന്നുണ്ട്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഘടകം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു ആക്രമണത്തിന് ഒരു ഇസ്രായേലുമായി മികച്ച ബന്ധം നിലനിർത്തുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയുമായി
അമേരിക്കയുമായുള്ള ഇസ്രായേലിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കുന്നതിന് ഏത് രീതിയിലാണ് നടപടികൾ സ്വീകരിക്കേണ്ടത് എന്ന് സംബന്ധിച്ച ചർച്ചയായിരിക്കും നടക്കുക എന്നാണ് അറിയാനും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ തീരുമാനം നേരത്തെ നമുക്കറിയാവുന്നതാണ്. ഇസ്രായേലിനെതിരെയുള്ള നീക്കങ്ങളെ അതിശക്തമായി എതിർക്കുക, ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങളെ അതിശക്തമായി എതിർക്കുക എന്ന ഒരു നിലപാട് വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയും ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സൈനിക നീക്കത്തിന്, അല്ലെങ്കിൽ ഇസ്രായേലിന് അനുകൂലമായ ഇറാൻ വിരുദ്ധമായ, ഇറാൻ എഗെയിൻസ്റ്റായ ഒരു സൈനിക നീക്കത്തിന് അമേരിക്ക തയ്യാറല്ല എന്ന നിലപാടാണ് നേരത്തെ, അല്ലെങ്കിൽ നിലവിലുള്ളത് എങ്കിൽ കൂടി അത് മാറാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാനാവില്ല. ട്രംപിന്റെ തിരിച്ചുള്ള യാത്ര ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായ ഒരു ആക്രമണം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ ട്രംപ് തന്നെ ഈ നിർദ്ദേശം ആവർത്തിക്കുകയും, അതായത് ടെഹ്റാനിൽ നിന്നും ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഏറ്റവും സുപ്രധാനമായ പ്രശ്നം എന്ന് പറയുന്നത് 3 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇക്കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങൾ നടന്നിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന്. ഇറാനിലെ ഈ 3 ആണവ കേന്ദ്രങ്ങളിൽ ഒരു ഫോഡോ ആണവ കേന്ദ്രത്തിന് ഗുരുതരമായ ആഘാതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് എങ്കിൽ കൂടി അത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഇറാൻ ഉടൻ വഴങ്ങും എന്ന് നമ്മൾ കരുതേണ്ടതുണ്ടോ? ഇറാൻ വിദേശകാര്യമന്ത്രി അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായാൽ നല്ലത് എന്ന മട്ടിൽ പ്രതികരിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമത്തിൽ. അതായത് ഈ സംഘർഷം ഏറ്റവും ആദ്യം തന്നെ അവസാനിപ്പിക്കാൻ ഇറാനും ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്നാണോ സൂചന? കഴിഞ്ഞ ദിവസം ആണവ നിർവ്യാപന കരാറിൽ നിന്ന് ഐസൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പിന്മാറി ഒരു മുന്നറിയിപ്പ് എന്ന മട്ടിൽ ഇറാൻ പറഞ്ഞുവെങ്കിലും പിടിച്ചു നിൽക്കാനാവാതെ പതറുകയാണോ ഇറാൻ? അങ്ങനെ വേണോ മനസ്സിലാക്കാൻ? അമേരിക്കയുമായുള്ള ആണവ കരാറിന് ഇറാൻ സമ്മതിക്കുകയാണെങ്കിൽ ഈ സംഘർഷം പൂർണ്ണമായും ഇല്ലാതാകും എന്ന് വിലയിരുത്തേണ്ടതുണ്ടോ? തീർച്ചയായും അമേരിക്കയുമായുള്ള ആണവ കരാർ എന്ന് ഉദ്ദേശിക്കുന്നത് യുറേനിയം എൻറിച്ച്മെന്റ്. നേരത്തെ നമ്മൾ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് യുറേനിയം എൻറിച്ച്മെന്റ്. അതായത് യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട ഒരു ധാരണയിലേക്ക് എത്തണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നത്. ഇപ്പോൾ നേരത്തെ തന്നെ ഇക്കഴിഞ്ഞ ദിവസം തന്നെ അബ്ബാസ് അറാഗ്ചി ഉൾപ്പെടെയുള്ള നേതാക്കൾ, അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രതികരണം, ഇസ്രയേലും US-ഉമായി ചർച്ചകൾക്ക് തയ്യാറാണ് എന്നൊരു നിലപാട് ഇന്നലെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതായത് ഇന്നലെ തന്നെ ഈ യുദ്ധം അതിസങ്കീർണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന നിലപാടിൽ നിന്നും മാറിയിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് അല്പസമയം മുമ്പ് പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ച് ആരും ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ അബ്ബാസ് അറാഗ്ചിയുടെ നിലപാട്, അതായത് ഒരു ഫോൺ കോളിൽ പ്രശ്നം അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്ന് അബ്ബാസ് അറാഗ്ചി പറയുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒരു അനുകൂല സൂചന, അല്ലെങ്കിൽ ഒരു കീഴടങ്ങലിന്റെ ഒരു സൂചനയായി തന്നെയാണ് നിരീക്ഷിക്കപ്പെടുന്നത് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. എങ്കിലും ശക്തമായ ഈ ആക്രമണം തുടരുന്നൊരു പശ്ചാത്തലത്തിൽ ഏത് രീതിയിലാണ് പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അത്തരം ചർച്ചകൾക്ക് തയ്യാറാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായി ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന നിലപാടും അറിയിച്ചിരുന്നു. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ഈ ആക്രമണത്തിൽ അമേരിക്കൻ എംബസിയുടെ ഭാഗങ്ങളിൽ ചില കേടുപാടുകൾ സംഭവിക്കുന്ന രീതിയിൽ നേരിയ തോതിലെങ്കിലും എംബസിയുടെ നേരെ ഒരു ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നത് ഒരു വസ്തുതയായി നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം തന്നെയാണ് വലിയൊരു സങ്കീർണതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയത് ഇസ്രായേലിനെതിരായ നടപടികൾ, അതായത് സൈനിക നടപടികൾ ഇറാൻ നടത്തുമ്പോൾ ഇസ്രായേലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കും. അമേരിക്കയുടെ ഇസ്രായേലിനും പരിസരത്തുമുള്ള മെഡിറ്ററേനിയൻ ഉൾപ്പെടെയുള്ള മേഖലകളിലുള്ള സൈനിക സംവിധാനങ്ങളെ അതിശക്തമായി ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയത് എല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു. അത്തരത്തിലുള്ള ഒരു നിലപാട്, വലിയ തോതിൽ ആക്രമണം നടത്തുമെന്ന നിലപാട് മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. തുടരുക, കാരണം നിരവധി ഭാരതീയരുണ്ട് ഇറാനിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ. എന്തായാലും ഇറാനിൽ നിന്ന് ഭാരതീയരെ ഒഴിപ്പിച്ചു തുടങ്ങി എന്ന് തന്നെയാണ് വാർത്തകളിൽ വരുന്നത്. ആദ്യ സംഘം ഇന്ത്യൻ വിദ്യാർത്ഥികൾ, 100ഓളം വിദ്യാർത്ഥികൾ അർമേനിയയിലേക്ക് കരമാർഗം തിരിച്ചു കഴിഞ്ഞു. അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ അതിർത്തികളിലൂടെയും ഇനി കൂടുതൽ ആളുകളെ ഒഴിപ്പിക്കും എന്നതാണ് ലഭിക്കുന്ന വിവരം. ഗൗതം അനന്തനാരായൺ കൂടി ചേരുകയാണ് നമ്മളോടൊപ്പം. ഗൗതം, ഈ ആദ്യ സംഘം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അർമേനിയയിലേക്ക് പോകുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിച്ച വിവരം. കരമാർഗം അവിടെ നിന്ന് എല്ലാവരെയും ഒഴിപ്പിക്കാനുള്ള നടപടികൾ തന്നെയാണോ?
ഇതൊരു കൈവിട്ട സംഘർഷത്തിലേക്ക് പോകുന്ന പശ്ചാത്തലത്തിൽ മറ്റു മാർഗങ്ങളില്ല. കാരണം ഇന്ത്യൻ വിദ്യാർത്ഥികളെയും ഇന്ത്യൻ സമൂഹത്തെയും ഇപ്പോൾ ഇറാനിൽ നിന്നും ഒഴിപ്പിക്കുക, തിരിച്ചവരെ സുരക്ഷിതമായി കൊണ്ടുവരിക എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട നീക്കം എന്നത്. ഏതാണ്ട് 10,000-ഓളം ഭാരതീയര് ഇറാന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇതിൽ കൂടുതലും തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലാണ്. ഒപ്പം വിദ്യാർത്ഥികളാണ് കൂടുതലായി ഉള്ളത്. ജമ്മു കാശ്മീർ പോലൊക്കെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ധാരാളം വിദ്യാർത്ഥികൾ ഇറാനിൽ പഠനത്തിനായി പോയിട്ടുണ്ട്. അതിൽ 10,000-ഓളം ഭാരതീയരിൽ 6,000-ത്തിനടുത്ത് വരുന്നത് വിദ്യാർത്ഥികളാണ്. ഇത് കൂടാതെ തൊഴിലിനും മറ്റാവശ്യങ്ങൾക്കായി പോയിട്ടുള്ള 4,000-ഓളം പേരുണ്ട്. നിലവിൽ ഈ ഇറാനിലേക്ക് നേരിട്ട് വിമാനം അയച്ച് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. കാരണം വ്യോമപാത ഇറാൻ അടച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യോമയുദ്ധമാണ്, കരയുദ്ധമല്ല. കാരണം ഈ രണ്ട് രാജ്യങ്ങളും കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്, അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളൊന്നുമല്ല. അതിനാൽ ആകാശമാർഗം മിസൈലുകൾ തൊടുത്തും ഫൈറ്റർ ജെറ്റുകളെ അയച്ചുമൊക്കെയുള്ള ആകാശമാർഗമുള്ള ഘോര യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ വ്യോമപാത അടച്ചിരിക്കുകയാണ്. നമുക്കൊരു വിമാനം അയച്ച് അതിൽ നിന്നും ആളുകളെ റെസ്ക്യൂ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നൊരു സാഹചര്യം അവിടെയില്ല. അതിനാൽ കരമാർഗമുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഭാരതം തുടക്കം കുറിച്ചിരിക്കുന്നത്. നേരത്തെ അനു ചൂണ്ടിക്കാണിച്ചതുപോലെ ഇറാനുമായി അതിർത്തി പങ്കിടുന്ന മറ്റ് രാജ്യങ്ങൾ, അർമേനിയ, അതോടൊപ്പം തന്നെ അസർബൈജാൻ, ഉസ്ബെക്കിസ്ഥാൻ ഒക്കെ പോലെയുള്ള വിവിധ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളുമൊക്കെയായി ഭാരതത്തിന് നല്ല ബന്ധമാണുള്ളത്. അതിനാൽ അവിടേക്ക് കരമാർഗം ഈ വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ മറ്റ് ഭാരതത്തിന്റെ പൗരന്മാരെയും എത്തിച്ച് അവിടുന്ന് ആകാശമാർഗം തിരികെ ഭാരതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. അനു, ശരി, ഐസനിലേക്ക് വീണ്ടും. ഐസൻ, ഈ ടെഹ്റാനിലെ വിവിധ ഇടങ്ങളൊക്കെ ഇസ്രായേൽ വേറിട്ട് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഈ ആക്രമണ വേളയിൽ. അത് തുടരുകയുമാണ്. ഈ ടെഹ്റാനിൽ നിന്ന് ജനത പലായനം ചെയ്യുന്നു എന്ന് സ്ഥിരീകരിക്കാത്ത നിരവധി റിപ്പോർട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുമുണ്ട്. അത് വാസ്തവമെന്ന് വേണോ കരുതാൻ? കാരണം ടെഹ്റാനിലെ ഭാരതീയർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ച് എംബസിയും വിദേശകാര്യ മന്ത്രാലയവും നമ്മുടെ ഭാഗത്ത് നിന്ന് തന്നെ മുന്നറിയിപ്പ് നൽകിയ ഒരു സാഹചര്യമുണ്ട്. അവിടെയും ജനങ്ങൾ പലായനം കൂട്ടപലായനം ചെയ്യുകയായിരിക്കുമോ? മനു, ടെഹ്റാനിൽ നിന്നും പലായനം ചെയ്യുന്നു എന്ന വാർത്തകൾ ഇന്നലെ തന്നെ ഔദ്യോഗിക മാധ്യമങ്ങൾ അല്ലെങ്കിൽ കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും വാർത്താ ഏജൻസികൾ ഇതിന്റെ ദൃശ്യങ്ങൾ സഹിതം സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ടെഹ്റാനിൽ നിന്നും വലിയ തോതിലുള്ള പലായനം ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് പലായനം ആരംഭിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വലിയ തോതിലുള്ള ഒരു ആക്രമണം നടന്ന ഒരു പശ്ചാത്തലത്തിൽ പല റോഡുകളുടെ ഗതാഗതം തടസ്സപ്പെടുകയും അതുപോലെ തന്നെ പലയിടങ്ങളിലും ട്രാഫിക് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ കൃത്യമായി ഇന്നലെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതേസമയം മറ്റൊരു വലിയൊരു വിഷയമുണ്ടായത് വലിയൊരു പ്രതികരണം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് G7 സമ്മേളനം നടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചത് ഈ യുദ്ധം ഈ യുദ്ധത്തിൽ വിജയിക്കാൻ ഇറാന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇറാൻ വിട്ടുവീഴ്ചാപരമായ ഒരു നടപടികൾ സ്വീകരിക്കണം. അവർ ചർച്ചകൾക്ക് തയ്യാറാകണം. ഉടൻ തന്നെ ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഏറെ വൈകിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ചർച്ചകൾക്ക് തയ്യാറാകണം എന്നൊരു അഭിപ്രായ പ്രകടനം ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഇസ്രായേൽ കാനഡയിലെ G7 സമ്മേളനത്തിൽ നിന്നും സമ്മേളന പരിപാടികൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് അദ്ദേഹം തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നത്. അതേസമയം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു മറുപടി വന്നിരിക്കുന്നത്, ബെഞ്ചമിൻ നെതന്യാഹു എല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത് വിജയത്തോടേറെ അടുത്തിരിക്കുന്നു. ടെഹ്റാന്റെ ആകാശങ്ങൾ, ടെഹ്റാന്റെ വ്യോമ മേഖല മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിലായി എന്ന് ഇന്നലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ടെഹ്റാന്റെ വ്യോമ മേഖല മുഴുവൻ കൈയടക്കി കഴിഞ്ഞുവെന്ന ഒരു നിരീക്ഷണം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു കമന്റ് കൂടിയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ നിലവിലെ സാഹചര്യത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു സംഭവവികാസം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ടെഹ്റാനിൽ ഇത്തരത്തിൽ വൻതോതിൽ ഇസ്രായേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു എന്നതും അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ആക്രമണം കടുക്കുന്ന ഒരു സാഹചര്യത്തിൽ, നേരത്തെ ട്രംപിന്റെ ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ നിലവിലെ സൂചനകൾ അനുസരിച്ച് വൻതോതിലുള്ള ഈ പലായനം നടന്നുകൊണ്ടിരിക്കുന്നു. ആ പലായനം നടന്നുകൊണ്ടിരിക്കുന്നത് സംബന്ധിച്ച വ്യക്തമായ ദൃശ്യങ്ങൾ തന്നെ ഇന്നലെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതിനപ്പുറം ഏറ്റവും സുപ്രധാനമായ ഘടകം എടുത്തു പറയേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ ഈ മിഡിൽ ഈസ്റ്റിലെ വിഷയങ്ങൾ നേരിട്ട് തന്നെ ചർച്ച ചെയ്യാനുള്ള ഒരു നീക്കങ്ങൾ, അല്ലെങ്കിൽ പല രീതിയിലുള്ള ചർച്ചകളിലേക്ക് ഉടൻ തന്നെ കടക്കാനുള്ള സാധ്യത വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് തന്നെയാണ് വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ. തീർച്ചയായും വാർ റൂം കണക്കെ സിറ്റുവേഷൻ റൂമൊക്കെ വാഷിംഗ്ടണിൽ ആരംഭിക്കാൻ ട്രംപ്
ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഐസൻ, അതോടൊപ്പം തന്നെ G7 ഉച്ചകോടിയിലാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ് ഉള്ളത്. നരേന്ദ്രമോദിയും അങ്ങോട്ട് എത്തുകയാണ്. എന്തായാലും G7-ൽ ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം ചർച്ചയാകും, ഇത് തന്നെയായിരിക്കും പ്രധാന ഫോക്കസ് എന്നും വാർത്തകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ട്രംപ് G7 ഉച്ചകോടി നേരത്തെ മടങ്ങും, ഉച്ചകോടി മുഴുവിപ്പിക്കാൻ നിൽക്കില്ല, ഇന്ന് തന്നെ തിരികെ അമേരിക്കയിലേക്ക് എത്തുമെന്ന് വൈറ്റ് ഹൗസ് വക്താവ് സ്ഥിരീകരിച്ചതായാണ് പറയുന്നത്. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ഇപ്രകാരം ഒരു സമൂഹ മാധ്യമ കുറിപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ, ഈ പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ട്രംപ് തിരികെ അമേരിക്കയിലേക്ക് പോകുന്നു. ഇനി മറ്റ് നിലപാടുകളിലേക്ക് അമേരിക്ക കൂടി കടക്കുമോ? ട്രംപ് അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നത് ഇതേ ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ്. അതായത് അമേരിക്കയുടെ പ്രതിരോധ ആസ്ഥാനത്ത് തന്നെ എടുക്കേണ്ട തീരുമാനങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള നയപരമായതും അതുപോലെ അല്ലാത്തതുമായ നിരവധിയായ തീരുമാനങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ട്രംപിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഈ യാത്ര വെട്ടിച്ചുരുക്കി, അല്ലെങ്കിൽ കാനഡയിലെ G7 സമ്മേളനം വെട്ടിച്ചുരുക്കി തിരിച്ചു പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ ഒരു ഘടകം ഇന്നലെ തന്നെ പുറത്തു വന്നൊരു വാർത്തയുണ്ടായിരുന്നു. അതായത് G7 രാജ്യങ്ങളുടെ ലീഡർമാരുടെ സമ്മേളനം സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിരുന്നു. അതിനെ സംബന്ധിച്ചൊരു പ്രസ്താവനയുടെ ഭാഗമായി ആ പ്രസ്താവനയുടെ കരട് പ്രസ്താവനയിൽ വളരെ കൃത്യമായി സൂചന നൽകിയിരുന്നത് ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും ഇറാനെ ആണവായുധം സംഭരിക്കുന്ന അതിനുള്ള അവകാശം, ആണവായുധം സംഭരിക്കുന്നത് ഇറാന്റെ അവകാശമായി കണക്കാക്കാനാവില്ലെന്നുമുള്ള G7 നേതാക്കളുടെ ഒരു പൊതുധാരണയാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. കടുത്ത രീതിയിൽ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങളെല്ലാം തന്നെ ഉടൻ അവസാനിപ്പിക്കണമെന്നൊരു നിലപാടും ഇന്നലെ G7 ലീഡർമാരുടെ ഒരു കരട് പ്രസ്താവനയുടെ ഡ്രാഫ്റ്റിൽ വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ കരട് പ്രസ്താവന ഡ്രാഫ്റ്റിൽ പോലും ഈ G7 സമ്മേളനത്തിൽ ഇക്കാര്യം ഇടം പിടിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ കടുത്ത രീതിയിലുള്ള ഒരു പ്രതികരണം G7 രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന്, അതായത് ഇറാൻ ആണവായുധം സമ്പുഷ്ടീകരിക്കുന്ന ആ ഒരു രീതി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കടുത്ത നിലപാട് ആണവായുധ സംഭരണത്തിനെതിരെ G7 രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. അത് വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ശക്തമായൊരു നീക്കം G7 രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ തന്നെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും വലിയ തോതിലുള്ള ഒരു ഇടപെടൽ G7 രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഇത്തരത്തിൽ G7 രാജ്യങ്ങൾ ഉൾപ്പെടെ പ്രതികരിക്കുമ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്ന് തങ്ങൾ ഒരു ആണവ നിർവ്യാപന കരാറിൽ നിന്നും പിന്മാറി ആണവ യുദ്ധത്തിനുള്ള നീക്കങ്ങൾ നടത്തും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് നീങ്ങുമെന്ന ഒരു നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ആൾനാശവും അതുപോലെ തന്നെ സൈനിക സംവിധാനങ്ങളുടെ നാശവും സംഭവിച്ചിട്ടുണ്ട്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിന്റെ ഒക്കെ നിരവധി മേധാവികൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 4 സൈനിക മേധാവികൾ ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെല്ലാം തന്നെ കൊലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ പ്രധാന ഉപദേഷ്ടാവും ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് ആക്രമണം ആരംഭിച്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കുന്നതിൽ വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതിസന്ധികളുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇറാൻ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് ഏത് രീതിയിൽ വേണമെന്നത് തന്നെ ഒരു സങ്കീർണാവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനിടെയാണ് ഈ അയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള നേതാക്കൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുകയും ഒളിസങ്കേതങ്ങളിലേക്ക് മാറുകയും ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ചില നേതാക്കൾ രാജ്യം വിട്ടുപോയി എന്ന സൂചനകളും പുറത്തേക്ക് വരുന്നുണ്ട്. എങ്കിൽ കൂടി അത് സംബന്ധിച്ച സ്ഥിരീകരണം അന്താരാഷ്ട്ര തലത്തിലോ അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്നോ പോലും ഉണ്ടായിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിലും അത്തരത്തിലുള്ള സൂചനകൾ അനൗദ്യോഗികമായി വളരെ കൃത്യമായി പലയിടങ്ങളിൽ നിന്നും പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും നമ്മൾ സൂചിപ്പിച്ചതുപോലെ ശക്തമായ ഒരു യുദ്ധത്തിന്റെ സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ടെഹ്റാന്റെ നിയന്ത്രണം വിട്ടുപോയ ഒരു സാഹചര്യത്തിലേക്ക് ഇറാൻ നിലനിൽക്കുന്നു. ടെഹ്റാനിലെ അതിശക്തമായ സ്വാധീനം ഉറപ്പിക്കുന്നതിനെ, അല്ലെങ്കിൽ ശക്തമായ സൈനിക സ്വാധീനം ഉറപ്പിക്കുന്നതിനെ ഇസ്രായേലിന് സാധ്യമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേൽ അതിശക്തമായ രീതിയിൽ ഒരു നിലപാട് സ്വീകരിക്കുകയും സൈനിക നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ സ്വയം പ്രതിരോധിക്കുക എന്ന നിലപാടാണ് അന്ന് ആക്രമണം ആരംഭിച്ച വേളയിൽ തന്നെ കൃത്യമായി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു സൂചിപ്പിച്ചിരുന്നത് 10ഓളം ബോംബുകൾ, 9 ആറ്റം ബോംബുകൾ നിർമ്മിച്ചു കഴിഞ്ഞു ഇപ്പോൾ തന്നെ ഇറാൻ എന്നായിരുന്നു. അത്തരത്തിലൊരു ആറ്റം ബോംബുകൾ നിർമ്മിച്ച് തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ ആ പരിസരത്ത്
പശ്ചിമേഷ്യൻ പരിസരത്ത് നിലനിൽക്കുന്നത് തന്നെ ആശങ്കാജനകമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കടുത്ത ആക്രമണത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുകയും ചെയ്തത്. ഇത്തരത്തിലൊരു ആക്രമണം നടന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായപ്പോഴാണ് കടുത്ത ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക കൂടി ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് വലിയ തോതിലുള്ള ഒരു നാശം ആ മേഖലയിൽ ഉണ്ടാവുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, അതിർത്തിക്കപ്പുറം തങ്ങൾക്ക് സുരക്ഷിതമല്ലാതെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അതിർത്തി പങ്കിടുന്നില്ലെങ്കിലും അത്തരത്തിലൊരു രാജ്യത്തിന്റെ അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അംഗീകരിക്കാനാവില്ല. മാത്രമല്ല, ഈ പ്രോക്സി വാറുകൾക്ക് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ പ്രോക്സി വാറുകൾക്ക് കോപ്പുകൂട്ടുന്ന ഒരു സംവിധാനമാണ് ഇറാൻ എന്നതുകൊണ്ടും, അതുപോലെ തന്നെ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്താൻ മറ്റു ഭീകര സംഘടനകൾക്ക്, അതായത് ഹൂതി ഭീകരർക്കും അതുപോലെ തന്നെ അനുബന്ധ ഭീകരർക്കുമുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്ത ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ആണവശേഷി സംഭരണവും അതുപോലെ തന്നെ ഇറാന്റെ പ്രോക്സി യുദ്ധത്തിനുള്ള പ്രോത്സാഹനവും വലിയ തോതിൽ ഒരു ആഘാതമായി തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതും ആക്രമണത്തിനുള്ള സാധ്യതകൾ തുറന്നതുമെന്നാണ് ഇസ്രായേൽ ഇന്നലെ ഈ ആക്രമണം ആരംഭിച്ചപ്പോൾ തന്നെ വ്യക്തമാക്കിയത്. അതിനെ ഏതാണ്ട് പൂർണ്ണമായും ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതായത് സുരക്ഷിതമായ ഒരു സംവിധാനത്തിൽ ഇസ്രായേലിനെ അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തെ നിലനിർത്തേണ്ടത് അനിവാര്യമാണെന്ന ആ രാജ്യത്തിന്റെ അവകാശത്തെ പൂർണ്ണമായും ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, G7 രാജ്യങ്ങളുടെ സമ്മേളനത്തിലൊക്കെ തന്നെ അക്കാര്യം പൂർണ്ണമായും അംഗീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ അനുവദിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ ഒരു തിരിച്ചടി, ശക്തമായ ഒരു ആക്രമണം ഇനിയും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ സൈനിക സംവിധാനങ്ങളോട് കൂടിയുള്ള ഒരു പിന്തുണ ഇസ്രായേലിന് നൽകാനാവില്ലെന്ന് ലോകരാഷ്ട്രങ്ങൾ എങ്കിൽ കൂടി ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് അത്തരത്തിലൊരു നീക്കം അതിനെ പ്രതിരോധിക്കേണ്ടതില്ല അല്ലെങ്കിൽ സൈനികമായി തന്നെ ഇസ്രായേലിനെ പ്രതിരോധിക്കേണ്ടതില്ല എന്നൊരു അനുകൂല നിലപാടിലേക്കും ലോകരാഷ്ട്രങ്ങൾ പോകുന്നുവെന്നാണ് G7 രാജ്യങ്ങളുടെ മേലധികാരികളുടെ അല്ലെങ്കിൽ G7 രാജ്യങ്ങളുടെ നേതാക്കളുടെ ആ ഒരു പ്രസ്താവനയിലും അക്കാര്യം അതിലേക്ക് തന്നെയാണ് വരുന്നത്.